രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ നിങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന ഈ ഇരിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് വല്ലവരും വാങ്ങിച്ച കടത്തിന്റെ റെസിപ്റ്റ് മാത്രമാണ്. ഈ രാജ്യത്ത് ഇന്ത്യയില് പൈസ അല്ലെ മണി എന്ന് പറയുന്നത് എന്ത് ബേസിസിലാണ് അവർ പ്രിന്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഡോളർ ബില്ല്, ഒരു ഡോളറിന്റെ നോട്ട് ഓരോ ആൾക്കാർക്ക് കൊടുക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഉറക്കെ വായിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദിസ് നോട്ട്, ഈ നോട്ട് ഒരു ലീഗൽ ടെൻഡർ ആണ്. എന്തിന്? ഫോർ ഓൾ ഡെറ്റ്സ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. എല്ലാ രാജ്യത്തെ സെൻട്രൽ ബാങ്കും ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ നിങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന ഈ ഇരിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് വല്ലവരും വാങ്ങിച്ച കടത്തിന്റെ റെസിപ്റ്റ് മാത്രമാണ്. ഞാൻ പറയുന്നതല്ല, ഡോളറിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. 1971 അന്നത്തെ US പ്രസിഡന്റ് ആയ നിക്സൺ ഗോൾഡ് സ്റ്റാൻഡേർഡ് എടുത്ത് മാറ്റിയിരുന്നു. അതുവരെ ശരിയാണ്, എല്ലാ രാജ്യത്തും എത്ര ഗോൾഡ് ഉണ്ടോ അത്രയുമേ കറൻസി അടിച്ചിറക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് വാസ് ബാലൻസ്ഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ അതില്ല, എത്ര വേണേ പ്രിന്റ് ചെയ്ത് ഇറക്കാം. അവന്മാർക്ക് തോന്നുന്ന അത്ര. നന്നായി ജോലി ചെയ്യണം, കിട്ടുന്ന ശമ്പളം സേവ് ചെയ്യണം. If you do that, you're a fool. See, gold standard നിന്ന് അവർ മാറ്റി, അവർ പ്രിന്റ് ചെയ്ത് ഇറക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പണിയെടുത്ത് സേവ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന രാജ്യം എടുത്താൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇന്ത്യയിൽ വാങ്ങുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരവിടെ നോട്ട് മുഴുവൻ അടിച്ചിറക്കിയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് ഇപ്പുറത്ത് ഗോൾഡ് വാങ്ങിച്ചു വെക്കുക. വയറില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ പർച്ചേസിംഗ് പവർ അതേപോലെ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങളുടെ പർച്ചേസിംഗ് പവർ ഇറോഡ് ചെയ്യുകയാണ്.